ഒരുപാട് സ്നേഹത്തോടെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാലക്കാട്ട് നിന്ന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരും കുട്ടികളൊക്കെയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കുടുംബത്തിലേക്ക്. കുറച്ച് സമയം നമുക്ക് അങ്ങോട്ട് ചിരിക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ചിരിച്ചേട്ടാൻ, മണിക്കുട്ട. നമസ്കാരം. എന്നാ പിന്നെ ഇന്ന് ഒരു ലോഡ് സ്കിറ്റുമായിട്ട് നമ്മുടെ പിള്ളേർ റെഡിയാണ്. എന്നാ പിന്നെ വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ടീം ട്രിപ്ലസ് OG ട്രിപ്ലസ് വരുന്നു. ശ്യാമ, ശെൽവൻ, ശംഭു. നല്ല കേളി. ശിവമല്ലിപ്പൂവേ ഇന്നിന്റെ കോപം നീരാളും കാറ്റേ ഇനി എന്റെ മൗനം കണിമാവിൻ കൊമ്പിന്മേൽ കണിമാവിൻ കൊമ്പിന്മേലെ കുടയോളം തിങ്കൾ പൂത്തു കന്മദം പൂക്കും യാമമായി മന്മഥൻ പാടും മേരമായി. ജോഷിച്ചായ, കൂർക്കിട്ട ബീഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലേ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും സത്യം പറഞ്ഞാൽ ഇത്രയും ആസ്വദിച്ച് ഞാൻ ഒരു കറിയും കണ്ടിട്ടില്ല. എന്ത് രസമായിരുന്നു അറിയാം ഇന്ന് കൂർക്ക്. ജോഷിച്ചായ, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. എന്റെ തൊടയെ പറ്റിയ അയ്യോ അല്ല, നമ്മുടെ ഈ പുതിയ വീട്ടിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം ആണല്ലേ? അയ്യോ, പിന്നെ അച്ചായനെ കുറിച്ച് വെളിയിൽ മോശമായുള്ള അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ആരാ പറഞ്ഞോടെ എന്നെ പറ്റി അഭിപ്രായം പറഞ്ഞ? ആരാ പറഞ്ഞ? എന്റെ സ്വഭാവം മാർക്കഴിഞ്ഞ അവന്റെ പിസ്തം പിടിച്ച് തിരിക്കുന്ന അത് പറഞ്ഞു. ആരാ അഭിപ്രായം പറഞ്ഞ? മെട്രോയുടെ താഴെ താമസിക്കുന്നില്ലേ? മെട്രോയുടെ താഴെ ഒരു ടെക്സ്റ്റൈൽസ് താമസിക്കുന്നില്ലേ? ടെക്സ്റ്റൈൽസ് അവിടെ ഉണ്ട്. അതിലൊരു ചന്ദ്രിക ഉണ്ട്. ഇവിടെ മൂക്കിലിവിടെ ഒരു ഉണ്ണിയുള്ള ചന്ദ്രിക. ആരാ ഈ അനാവശ്യങ്ങള്? മൂക്കിൽ ഉണ്ണിയുള്ള ഏത് ചന്ദ്രയ? ഞാൻ ഏക ഭാര്യ വ്രതമായിട്ട് താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? എനിക്ക് അതിന്റെ ഡിസിപ്ലിൻ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. ആരാണ് അങ്ങനെ സംസാരിക്കുന്നത്? ആരാണ്? ഏത് ചന്ദ്രികയാണ്? മൂക്കിന്റെ ഇവിടെ ഉണ്ണിയുള്ള ചന്ദ്രിക. ഈ ചന്ദ്രിക ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അറിയാവോ? ഈ ചെവിയുടെ മടക്കിന് താഴെയുള്ള നീലിമ, അവളാണെങ്കിൽ എനിക്കറിയാം. അവളാണോ? അവളെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞില്ലോ. ഇവിടെ ഇല്ല. പിന്നെ ആരാ? സന്ധ്യയാണോ? സന്ധ്യ എവിടെ? സന്ധ്യ ഇവിടെ ഈ താടിയലിന്റെ താഴെ ഒരു കറുപ്പുള്ള സന്ധ്യ. പിന്നെ ആരാ അവിടെ ഉള്ളത്? അവിടെ ആരാ എന്നെ പറ്റി കുറ്റം പറയാനുള്ള? അവിടെ ആരാ ഉള്ളേ? നല്ല ഏകപതി ബന്ധം തന്നെ. പിന്നെ നാളെ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കണം, അത് കഴിഞ്ഞ് വാൻ ഫീസ് അടയ്ക്കണം, പിന്നെ നമ്മളെ പത്രത്തിന്റെ ഫീസ് അടയ്ക്കണം, മൊത്തത്തിൽ ഫീസ് അടയ്ക്കണം. ആദ്യം നിന്റെ വായനട. നമുക്ക് മൊത്തം ഫീസാണല്ലോ ഇത്, നമുക്ക് അടയ്ക്കാലോ. പിന്നെ വാതിലൊക്കെ നല്ലൊരു അടച്ചോ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയം. ഇന്നിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണേട്ടാ. പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകട്ടെ. നീ എന്തുകൊണ്ടാ പറഞ്ഞു? അവിടെ വേറെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഇന്ന് പോണോ? ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാണല്ലോ നിന്റെ. പോണ്ടായിരുന്നു. ബീഫിൽ കൂർക്കായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളവന്മാരെ ഭ്രാന്ത് പോണ്ടായിരുന്നു. വിട് വിട് വിട്. കുറ്റിയിട്ടേക്കണം. പോണ്ടായിരുന്നു. കള്ളന്മാരും ശുദ്രജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. കുറ്റിയിട്ട് അതെയോ? അതെ, കുറ്റിയിട്ട്. ചേട്ടാ, കള്ളൻ. ഓടി കള്ളേ. അതല്ല ചേട്ടാ, കള്ളൻ. ഓടി കള്ളി കള്ളി കള്ളി. ചേട്ടാ, കള്ളൻ കള്ളൻ കള്ളൻ. ഓടി കള്ളി കള്ളി കള്ളി. ബീഫിൽ കൂർക്കിടുന്ന കള്ളി. അയ്യോ, അതല്ല ചേട്ടാ, സോബിയുടെ ബേക്കിലൊരു കള്ളൻ. ബേക്കിലൊരു കള്ളൻ. ബേക്കിലൊരു കള്ളൻ. കള്ളം കവിരാജ്. സാറിന് എന്നെ നല്ല രീതി അറിയാം. എന്തുണ്ടായി വീട്ടിൽ കയറി? എന്തുണ്ടായി വീട്ടിൽ കയറി? ഞാൻ 1.5 മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടെ വന്നു. സാറിന്റെ പാട്ട് സീനും കൂർക്കാത്തീറ്റ് ഉൾപ്പെടെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ വിളിച്ചു വിട്ടേ. അവരെ കള്ളത്തര നാട്ടുകാരെ വിളിച്ചു വിട്ടേ. ഇതെന്തോ നാട്ടുകാരെ വിളി? അവരെങ്ങനെ വിളിക്കും? ജോണിച്ചാന്റെ വീട്ടിൽ സ്ഥലം SIക്ക് എന്ത് കാര്യം നാട്ടുകാർ ചോദിക്കും. പിന്നെ എന്താ അവർ വിളിക്കും? വിളിക്കും. അവർ ചിലപ്പോ വിളിക്കാൻ നാട്ടുകാരെ വീഴ്ചാൻ പോണം. ഒരു കാര്യം പറയാം, HD ദൃശ്യ മികവാണ്. നമ്മള് വെള്ളിയാഴ്ചയുടെ അന്നാണ് ഏറ്റവും ഇളയ അനിയൻ ചെറുക്കന്റെ കല്യാണം. പകല് ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് വരാനും കാണാനും ഒന്നും പറ്റില്ല. നിങ്ങളുടെ കല്യാണത്തിന് അറിയാലോ, ഞാൻ തലേ ദിവസം 2 ദിവസം മുമ്പേ ഒന്നൊരു മനുഷ്യനാണ് ഞാൻ. ഒന്നേക്കണം. ഓക്കെ, കുടുംബത്തോടെ ഒന്നേക്കണേ. കല്യാണം പിടിച്ചിട്ട് അങ്ങനെ പോവല്ലേ. ഞാട്ട് വാ. 1.5 മണിക്കൂർ കൂർക്കാത്തീറ്റി പാട്ട് സീനും. അതെ, ഞാനൊരു പാവ സ്ത്രീയാ.
ഒരു ഇല തറയിൽ കിടന്ന അത് കമത്തിയിടാനോ മലത്തിയിടാനോ ഉള്ള ആവതില്ല. ഞാൻ ഏക ഭർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്നവല്ല. ശിവമല്ലിപ്പൂവേ ഇനി എന്തേ കോപം. ഇതിനകത്തുണ്ട് ഒന്ന് അടങ്ങടാ. അത് തടഞ്ഞ് എന്തിന് ആ മൊബൈൽ ഞാൻ തരാൻ പറ്റൂല. നിനക്ക് അറിഞ്ഞൂടാ, ആ സ്റ്റേഷനിൽ തെളിയാതെ കിടക്കണ 4 കേസ് ഇപ്പോഴും കിടപ്പുണ്ട്, പ്രതിയില്ലാതെ കിടപ്പുണ്ട്. ആണോ? തലയിൽ ഞാൻ കെട്ടിവെക്കും. കെട്ടിവെച്ചാ നീ ജയിലിടിഞ്ഞാ പുറത്തു വരൂല, നീ ജയിലിടിഞ്ഞാ പുറത്തു വരൂല. ഇടി എന്ന് പറഞ്ഞാ മോനെ നിനക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ ഏറിൽ വിടും. ഏറിൽ വിടും ഞാൻ. ഏറില് വിടോ നീ? വിടും. എടാ ജയിലിടിഞ്ഞാ നീ വെളി വരാത്ത കേസ് എന്റെ കയ്യിലുണ്ട് മോനെ. താടാ ഏറിൽ വിടും. കുടുംബം പോവും, നാറും, പണിയും പോവും. കുടുംബം ഓ പോവും. എന്റെ തന്നെ കാലൊന്ന് പിടിക്കണ്ട. കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടി കാലിൽ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. പറയുന്നത് മനസ്സിലാക്കും. തരൂല. ചെറുക്കൻ നഴ്സറിയിലാവട്ടെ, അവൻ വളരട്ടെ, അവനും അറിയട്ടെ. സാറേ എഴി 2 ലക്ഷം രൂപ എനിക്ക് തന്നു കഴിഞ്ഞാ ഇത് ഡിലീറ്റ് ചെയ്തോളെ. എത്ര? 2 ലക്ഷം രൂപ. 2 ലക്ഷം ഒന്ന് താറ്റി പറയാവോ? 2 ലക്ഷം രൂപ തന്നാ ഇതിൽ കൂടെ താത്താന്റെ മുട്ടുവൻ തറയടിക്കും. ഇങ്ങനെ പറയാനാണ് പറഞ്ഞത്. 2 ലക്ഷം വെച്ച് കുറച്ച് പറയാൻ പറഞ്ഞ മുട്ടുത്തി. അതൊക്കെ എന്തോ സംഭവം. എന്റെ ചേട്ടൻ വിളിക്കുന്നു വീഡിയോ കോൾ വിളിക്കുന്നു. വിളി നമ്മൾ മാറി എടുത്തില്ല. അയ്യോ അതല്ല പ്രശ്നം. പിന്നെ പൈസ എത്ര വേണമെങ്കിലും തരാം. ഞാൻ അകത്ത് ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പോയി ഒന്ന് വിളിച്ചു. ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇവിടുന്ന് പോകാൻ 2 പേർക്ക് എടുത്ത് പോകാൻ പറ്റും. ഏറ്റവും കൂടെ സെറ്റ് ചെയ്ത് തന്നാ പോരെ നിങ്ങൾക്ക്. മാറി കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഫോൺ വിളി അങ്ങോട്ട്. വിളി അയ്യോ വിളി അങ്ങോട്ട്. തലങ്ങനെ എടുത്ത് പിടി സാറേ അങ്ങോട്ട്. തലങ്ങണ എടുത്ത് എവിടെ പിടിക്കാൻ? വിളി ഇങ്ങോട്ട് പിടി. എവിടാ? ഇങ്ങോട്ട് വിളി. എവിടാ? വിളി ഇങ്ങോട്ട് വാ. വിളി. അയ്യോ ചേട്ടൻ എടുക്കട്ടെ. വിളി. എടുക്കാൻ പോവണേ. എന്ത് ചായ? ഞാൻ 6 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്ന് ഇതുവരെ ഉറക്കുമായിരുന്നു. മൂതൊക്കെ നോണ. അയ്യോ എന്ത് ചായ? ഇല്ല ഞാനൊന്നും കഴിച്ചില്ല ചായ. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. 6 മണി തൊട്ട് വിശന്നിരിക്കുവോ ചായ? ഞാൻ കണ്ടാണ് നിങ്ങൾ വന്ന് മേടിച്ചോണ്ട് 2 ബിരിയാണി ഒറ്റയ്ക്ക് നിന്ന് കയറ്റണം. അയ്യോ എന്താ എന്നെ ഇപ്പൊ കാണണമെന്നാ? എന്റെ ഇച്ചായ ഇവിടുന്ന് പോയിട്ട് വെറും 8 വർഷമല്ലേ ആയുള്ളു. അതിനു മുമ്പ് എന്നെ ഒന്ന് കാണണമെന്ന്. ഇത് വല്ലാത്തൊരു ഇത് തന്നെ. എന്ത് ചായ? ഇച്ചായ വേണ്ട ചായ. ഇപ്പം വേണോ? എപ്പോഴും ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ പാട്ട് മതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ചായ. ഈ അതെന്ത് പാടണോ? കുനു കുനു ചെറു കനവുകളിൽ കുറുനീരും തരരര മതി. ഇവനെ സ്പർശന ശേഷി ഇല്ലാത്ത ഭർത്താവാന്ന് തോന്നുന്നു. കുനുകുന കേട്ടിട്ട് കിടന്നുറങ്ങണമെങ്കിൽ അതല്ല പിന്നെ അല്ലേ ഈ കുനുകുനയൊക്കെ കേൾക്കുമ്പോ ഒരു ഇതുള്ള മനുഷ്യരൊക്കെ ചാടി എണീക്കും. ശരി ചാ ഞാൻ വെക്കട്ടോ. ഓ ശരി. ഓ ഓ ഓ ഓ പറ്റിച്ചേ 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 മൊബൈലിലെ പുതിയ ആപ്പാ. ഏയ് തന്നിച്ചായ നമ്മൾ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ പുറകില് കടല് കാണാം, തിരമാല കാണാം, അമ്പലം കാണാം, ബംഗ്ലാവ് കാണാം. വിശ്വാസായില്ലേ? വേണമെങ്കിൽ ഇപ്പം കർഷകന്റെ പടം കാണുന്നു. കർഷകന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് കാണുന്നു. കണ്ടു നാണ്ട കർഷകൻ. കർഷകൻ കണ്ടു 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 കണ്ടു. ഇനിയും കാണുന്നു. മസ്തി 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 മസ്തിയിലുള്ള പോലീസുകാരൻ. അത്രേ ഉള്ളു. ഇതുപോലെ എത്ര ആപ്പിൾ അച്ഛനെ വരുമ്പോ ഞാൻ കാണിച്ചു. ശരി ചാ ഉമ്മ 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 ഉമ്മ. ഭർത്താവ് നിങ്ങളാ? സൂററ്റില്ല. നല്ല ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അല്ലെങ്കിൽ നല്ല പാളയന്തോളം പഴം മേടിച്ചു കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നത് സൂററ്റിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. 2 ലക്ഷം പൈസ എടുത്തോ? 2 ലക്ഷം എടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മൊബൈലിൽ താടാ. തരൂല എനിക്ക് 2 ലക്ഷം. നിനക്ക് അറിഞ്ഞ ഞാൻ തരൂല. എനിക്ക് 2 ലക്ഷം രൂപയാണ്. ചുമ്മാ പൈസ എടുത്തോ. സണ്ണിയുടെ വീട്ടിൽ വന്നാടാ കളി നിന്റെ. നീ മൊബൈൽ വെച്ച് എന്തോ കാണിക്കണ്ടേ? അവന് 2 ലക്ഷം അവന്. 2 ലക്ഷം നീ അയ്യോ ആരോ വിളിക്കും. നിന്റെ വീട്ടിൽ നിന്നാണ് ഒന്ന് സംസാരിച്ചിട്ട്. എന്തോ കാണിച്ച എന്തോ കാണിച്ച എന്താ കാണിച്ച? വിളിച്ചപ്പോ കൊണ്ടുകൊടുക്കാൻ നിന്റെ ആരുടെ?
വിളിച്ചപ്പോ കൊണ്ടുകൊടുക്കാൻ നിൽക്കുന്നു ഒരാ കൈ കിട്ടുന്ന പൈസ ഇപ്പൊ കിട്ടണ എനിക്ക്. ഒരു കോൾ പൈസ ഇപ്പൊ ഇവിടെ ഇപ്പൊ കിട്ടണം. താരാനിയ ചുമ്മാ ഒരു കാര്യം പറഞ്ഞു ഇന്നത്തെ താമസം തന്നു. എനിക്ക് എന്ത് ബുദ്ധി കുറവാണ് ഇവ മല്ലിപ്പോ കളിച്ചു അതിനൊന്നും ഒരു കുറവില്ല ഈ ബുദ്ധി പറഞ്ഞില്ല ബുദ്ധി ഒരു അറ്റത്ത് പോയപ്പോ ചുമ്മാരി സാറേ പോ. നിനക്ക് അറിഞ്ഞൂടാ ഒരു ഉദ്യോഗസ്ഥന്റെ അവസ്ഥ തന്നെയാടാ നാട്ടുകാരത് കാണട്ടെ. എന്താടാ വെരിക്കോസ് വെയിനാടാ കാലില് വെരിക്കോസ് വെയിൻ ഉണ്ടല്ലോ പിടിച്ചാണ് ലോക്ക് പറയണം. പറയൂല. ചിലപ്പോഴേ മറ്റേ ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഈ ഫിംഗർ കൊണ്ടുള്ള ലോക്ക് കാണും. അയ്യുന്നില്ല നമ്മൾ ഈ മൂക്കൊച്ച് നോക്കിയാണ്. അങ്ങനെ ഒരു ലോക്ക് ഉണ്ട്, ഫേസ് ലോക്ക് ഉണ്ട്, അങ്ങനെ ലോക്ക് ഉണ്ട്. എന്താ നിന്റെ ഫോണിന്റെ ലോക്ക് എന്താ? നിന്റെ ഫോണിന്റെ ലോക്ക് എന്താ? നിന്റെ ഫോണിന്റെ ലോക്കാണ് പറഞ്ഞത്, എന്നെ ലോക്കാണുള്ള ലോക്കല്ലേ പറഞ്ഞത്. ഇതിന്റെ ലോക്ക് പറയണ ഇത് ലോക്ക് ഇതാ ഇത് ലോക്കാക്കണ ലോക്ക് പറക്കടാ. ഞാൻ ലോക്ക് എടുത്തു തരാം. ലോക്ക് എടുക്കാനാ ലോക്ക് പറയണ്ട മണ്ടം തന്നെ. എന്തോടെ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ പോകും. പോലീസാണ് പോലും. ഡിലീറ്റ് ചെയ്യൂലേ? ഇല്ല ചെയ്യൂല. ഡിലീറ്റ് ചെയ്യൂലേ? ചെയ്യൂല. ഇതെന്തോ അസുഖം? ബി പി ഉള്ള പെണ്ണ വണ്ടി വിളിച്ചോണ്ട് പോകാനും മതി. അതിന്റെ മൊബൈൽ ബി പി ഉള്ള പെണ്ണ തലാരക്ക് വേണത് വിളിച്ചോണ്ട വണ്ടി വിളിക്കട്ടെ. നിങ്ങളെ കൂടെ എടുത്ത് വിളിച്ചാൽ മതി. പൈസ എടുത്തോ? പൈസ എടുത്തോ? ഞാൻ എയറിലിടും. എത്രയെന്നും പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു മര്യാദ വേണ്ടടാ ഒരു വീട്ടിൽ. നിന്നെ ആരാ ഞാൻ പറയും ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി എന്ന് പറയും. ഞാൻ പറയും നിങ്ങളെ വീട്ടിൽ സാധനം നിങ്ങൾ വിളിച്ചു കയറ്റി പറയും. ഒരിക്കലും വിശ്വസിക്കത്തില്ല. എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നാട്ടുകാർ വരുമ്പോ ഞാൻ പറയും എന്റെ വീട്ടിൽ കള്ളം കയറി, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോലീസിനെ വിളിച്ചു, SI വന്ന് നിന്നെ പൊക്കിന്ന്. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ടീം ട്രിപ്ലസ് നല്ലൊരു കൈയടി. ചേട്ടാ സെൽവന്റെ പല മോഡുലേഷൻ ഞാൻ ആദ്യമായിട്ട് കാണട്ടോ. കാരണം ഒറ്റ റേഞ്ചിലാണ് മറ്റുള്ള ഇതിനു മുമ്പുള്ള സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല, 2-3 റെൻഡറിങ് അത് അസാധ്യമായിരുന്നിട്ടാ. അതാ പോലീസ് ഓഫീസർ ആവുമ്പോൾ പുള്ളിയുടെ ഒരു വേഷപ്പകർച്ചയുണ്ട്, അത് ഗംഭീരായി. ശംഭു എട്ടിക്കാറായിട്ടോ ഒര നിറഞ്ഞു നിൽക്കുക. എന്ത് രസമായിട്ടാ ചെയ്തെന്ന് പറയും. ഇത്ര ഉണ്ട് ആ ഫസ്റ്റ് ആ പാട്ട് കഴിഞ്ഞിട്ട്. അത് ഞാൻ മണിക്കൂറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പല സിനിമകളിലുണ്ട് സ്ലോ മോഷനിലായിരിക്കും അങ്ങനത്തെ പിക്ചറൈസ് ചെയ്യണത്, ഫാനൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത ഉടനെ കൂർക്കയും ബീഫും ഉണ്ടാന്ന്. അതുപോലെ തന്നെ ശ്യാം അത് വളരെ സ്ലോ പേസിൽ കളിച്ചെന്നുള്ള കള്ളം തന്നെ. പക്ഷെ ആ കോൺഫിഡൻസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു വേറെ പരിപാടി. ഇത് ശരിക്കും ട്രൂ സ്റ്റോറിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതോ? ബേസ്ഡ് ഓൺ നമ്മുടെ രാജേഷ് ചേട്ടന്റെ കണ്ടന്റ് അവനെഴുതിയാണ്. പക്ഷെ അതിന്റെ ഒരു കാരണം ആ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വളരെ സ്ലോയില് കളിച്ച് കയറ്റി കൊണ്ടുവന്ന ആളിക്കത്തുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് കോമഡി ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഇത് എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കില്ല. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ നമ്മളെ ബോറടിപ്പിച്ചില്ല എന്നുള്ളതാണ്. ഗംഭീരായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഗംഭീരമായി കേട്ടോ, അടിപൊളി. കാര്യം ഇതിന്റെ തുടക്കം കണ്ടാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആദ്യം ഒരു ഹസ്ബൻഡ് പോലീസുകാരനാണ്,
പുതിയ വീട് വെച്ചു, പുതിയ വീട് അതിന്റെ വെച്ച് സന്തോഷം. ഡ്യൂട്ടിക്ക് പോകാൻ പോകുന്നു, ഡോറൊക്കെ അടയ്ക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ഭർത്താവുമാരെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോകാവുന്ന കാര്യങ്ങളാണ്. ഓടി കള്ളി. ഓ കള്ള. അല്ല, ആദ്യം നമ്മൾ വിചാരിക്കും ഇവനായിരുന്നു ചാടി വന്നേക്കണെന്ന് വിചാരിക്കണത് അല്ലേ? അതെ. മതിൽ ചാടിയത് ശ്യാമാണെന്ന് വിചാരിക്കും. കള്ളം കയറി എന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല സ്ക്രിപ്റ്റ്, നല്ല മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും അത് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയോ ഓർത്ത് വെച്ച് പറയണമെന്ന് വിചാരിച്ചത്, പക്ഷേ പലതിലും നമ്മൾ വിട്ടു പോകും. നിങ്ങൾ 3 പേരും ഇപ്പം കുറേ നാൾ കൂടി ഒരുമിക്കുന്നത് ഇപ്പം അല്ലേ, ഒരുമിച്ചാണ് ഇപ്പോഴാണ് കൂടുന്നത്. അത് ശംഭു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ 3 പേരാണ് ആദ്യം കുറേ സിൽവർ ഇങ്ങനെ പടപടപടാന്നടിച്ച് വന്ന നിങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു. അതിൽ നിന്ന് ഇടയ്ക്ക് മാറി അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും ഒക്കെ വന്നാൽ ഇപ്പം ആ ഒരു കളം അങ്ങ് തികഞ്ഞു കിട്ടിയപ്പോൾ കുറച്ചുകൂടെ മനസ്സിലൊരു സുഖം കിട്ടിയത് പോലെയുണ്ട് അല്ലേ? ശംഭു ഈ ഫീമെയിൽ വേഷം ശംഭു ചെയ്ത് കഴിഞ്ഞാൽ അത് എറിച്ച് നിന്ന് കളിക്കുന്ന ഒരു ക്യാരക്ടറാണ് കിട്ടുന്നെങ്കിൽ അത് ശംഭുവിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നുള്ള കാര്യം എല്ലാ ആർട്ടിസ്റ്റിനും അറിയാം. അത് മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്യും. എന്താ ബെഡ്റൂം ഫോം ആ സാധനമൊക്കെ ചെയ്ത് വെച്ചതും അതിൻ്റെ അകത്ത് കിടന്നുള്ള ശംഭുവിൻ്റെ ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ആ ക്ഷീണങ്ങളും ഗംഭീരമായിരുന്നു. അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. യെസ് മണിക്കുട്ട. കിടിലം സ്കിറ്റ്, നിങ്ങൾ കിക്കിടിലം പെർഫോമൻസ് അത് ഗംഭീരമാക്കി മാറ്റി. കാരണം ഇതിലെന്താ പറയുമോ, ഈ സ്കിറ്റിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഈ അഭിനയിച്ചതിന് അത് സെൽവം ഭായ്, നിങ്ങൾ ആ കാലി വീഴുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു എൻ്റെ സെൽവം ഭായ്. ചിരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് എല്ലാവരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ചിരിച്ചു. പിന്നെ അതുപോലെ ശംഭു ഭായ് ആ തലയിറങ്ങി വീട് അത് ആക്ട് ചെയ്യണം നമുക്കറിയാം. അത് എന്ത് ക്യൂട്ടും ഓവർ ആക്ടിങ് ആണ്, പക്ഷെ അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗൈഡ് തന്നേ പറ്റുള്ളൂ. ശ്യാംബയുടെ ഈ പറയുന്ന പോലെ ലാസ്റ്റ് കൈ കഴിച്ചത് താക്കും. അപ്പൊ മറ്റേ AI ആണെന്ന് പറഞ്ഞ പുള്ളി മറ്റേ കർഷകൻ അത് കണ്ണു വെച്ച് കാണിച്ച് കർഷകനായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള, അതായത് നമുക്ക് കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ ഡയലോഗ് വൈസ് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ആക്ട് വൈസ് കൗണ്ടേഴ്സും കോമഡികളും കൊണ്ടുവരാൻ സാധിച്ചു. അതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് എടുത്ത് പറയേണ്ടത്. ഗംഭീരമായിരുന്നു ബൈ, ഗംഭീരം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് എ ലോട്ട്. മണിക്കുട്ടൻ ശെൽവേട്ട ഒന്ന് ചോദിച്ചാൽ അങ്ങനെ മണിക്കുട്ടനോട് ചോദിച്ചാൽ മാർഗം പറ. മാർക്ക് എങ്ങനെയാന്ന് നമ്മുടെ കാര്യം ആർക്കും പറയില്ലെങ്കിൽ ഞാനൊരു 16,000 അങ്ങ് തരാൻ ആഗ്രഹിക്കുകയാണ്. 16,000. അടുത്താരാ? 15,000. ആ അപ്പോ 31,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക ബാക്കി ഇതാ അയക്ക്. ടോട്ടൽ 75,000 സിൽവർ ബഡ് ടീം ട്രിപ്ലസിന് പാലക്കാടിന് സ്പെഷ്യൽ കൈയടിയുണ്ട്. ഇവിടെ ഒരുപാട് സ്കിറ്റുകൾ നടന്നിരുന്നു, പക്ഷെ ഇങ്ങനെ എഴുന്നേറ്റ് കൈയടിക്കുന്ന ആദ്യമായിട്ടാണ്. അതെ അതെ അതെ. നിങ്ങൾക്ക് എന്താ ഇത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അത് മുഴുവൻ സ്ത്രീകളാണ് എഴുന്നേറ്റ് കൈയടിച്ചത്. ശംഭുവിനാണ് സപ്പോർട്ട് ചെയ്തത് അവര്. അല്ല, ഒരു കാര്യം ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർക്ക് മാർക്ക് കുറച്ച് കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും ഇതേ ഫേസാണ് ഇവർ. ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം റെഡിയാക്കാം എന്നുള്ള വിശ്വാസത്തിൽ അവർ ഇറങ്ങി പോകുന്നത്. ഫേസ് മനസ്സിലാവുന്ന കൊച്ചു പ്രദീപിന്റെ ആണ്. മാർക്ക് കുറഞ്ഞ അപ്പത്തനും അയ്യോ പേടിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ എസ് ഐ, ഇതിന്റെ ഐഡിയ ആരാണ്? ആരും കേൾക്കൂല അത്. അല്ല രാജേഷ് ഞങ്ങൾക്കില്ല, ആരും കേൾക്കൂല. രാജേഷേട്ടനാണ് ഇങ്ങനെ ഒരു ഒന്ന് പ്രേക്ഷകരെ ചിരിപ്പിക്കാനായിട്ട്, എൻജോയ് ചെയ്യിക്കാനായിട്ട് എന്തൊക്കെ ചീത്തപ്പേര് നമ്മൾ കേൾക്കണം അല്ലേ? ഒരു നല്ല സ്കിറ്റ് കണ്ടന്റ് കൊണ്ടുവരുമ്പോ എന്തൊക്കെ ചീത്തപ്പേര് നമ്മൾ. അല്ല, ഈ കണ്ടന്റ് കുറെ നാളുകൊണ്ട് ഇങ്ങനെ കറങ്ങിയിരുന്നു. അവസാനം പറഞ്ഞ് ശംഭു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അങ്ങനെ ഇതിന്റെയൊക്കെ സെക്കൻഡ് പാർട്ട് വേണോട്ടോ. അല്ല കാര്യമായിട്ട് പറയണേ, ഇനിയും ഏറ്റവും പറയാം ഇതിന്റെ സെക്കൻഡ് പാർട്ടും വേണം. ഇനി സെക്കൻഡ് പാർട്ട് ജോണി വരട്ടെ. അതെ അതെ, ജോണി ഗൾഫിൽ നിന്ന് വരട്ടെ. ഗൾഫിൽ സൂറത്തില്ലല്ലേ? സൂറത്തില്ല. ഇതിനകത്ത് ഈ സ്കിറ്റില് ശെൽവേട്ടന്റെ ഇൻപുട്ട് എന്തായിരുന്നു? ഏക്കുമില്ലെന്ന് അറിയാം, എന്നാലും ചോദിക്കുക. അല്ല നമ്മള് സ്കിറ്റിലെ കൗണ്ടർ ഇങ്ങനെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം 3 പേരും കൂടി പിന്നെ ഗ്രൂമേറ്റ്സ് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വർക്കാക്കി എടുത്തത്. ഓക്കെ ശ്യാമേ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഡയറക്ടർ അർജുൻ റോയ്ക്ക് ശ്യാമിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊരു സത്യമാണ്. ആണ് അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ വന്നോട്ട് സ്നേഹമാണ്? അല്ല, ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ കയ്യിലുണ്ടോ? അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഗോൾഡൻ പഞ്ച് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ സ്നേഹമാണ് ആ കൂട്ടത്തിലൊരു സ്നേഹം.
ശംഭു ഓ പറയുന്നുണ്ടെങ്കിൽ എന്നെ സന്തോഷം. ആ പിന്നെ നമ്മൾ പഴയ ടീമിനോട് ഒരു സ്കിറ്റ് അതെ അതിലൊരു എനർജി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെ ഉഷാറായിട്ട് പുതിയ പുതിയ ഐറ്റങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലേ? അതെ, അതെ. പഴയ കണ്ടുപിടുത്തങ്ങൾ പുതിയ രീതിയിൽ ഒക്കെ ഉഷാറായിട്ട് വരൂ ടീം ട്രിപ്ലസ്. അപ്പൊ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റ്സ്. അറിയാതെ പോലും നമ്മളെ ഒന്നും വീഡിയോ എടുക്കാൻ തോന്നല് മുന്നേ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേറയുടെ ടീം മാസ്. മനോജ് മലഞ്ചുഴി, അജേഷ് റാണി, സുമി അടിക്കായി. സ്കൂളിൽ പോയിട്ട് വരുക എന്ന് വെച്ചാൽ ഞാൻ ടീച്ചറല്ല. ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ. ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാസം കിട്ടാറുള്ള 5 കിലോ അരി ഉണ്ടല്ലോ അത് തരാനാന്ന്. അവിടെ ചെന്നപ്പോഴല്ലയോ അറിയുന്നത് പേരൻസ് മീറ്റിംഗ് ആന്ന്. വാല് ചപ്പിയ പേരയ്ക്ക പോലെ അത്രയും പേരൻസിന്റെ ഇടയിൽ ഞാൻ ഇരുന്ന് ഉരുകുമായിരുന്നേ. കാരണം എന്തുവാ, എന്റെ മോന്റെ റിസൾട്ട് അവിടെ വെച്ച് തുറന്നു നോക്കിയില്ല. കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ല. കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫിസിക്സിന് 6, ബയോളജിക്ക് ഒരു ചീന മുട്ടയുണ്ട്, വീണ് പൊട്ടാത്ത കാര്യമായി. കണക്ക് പിന്നെ കണക്കാ. ഓ മലയാളം എഴുത്തച്ഛൻ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കയറി വന്ന് അവനെ അടിച്ചനെ. ഈ ചെറുക്കന് ഈ വള്ളി പുള്ളി എവിടാന്ന് ഇതുവരെ അറിയത്തില്ലയോ? അതെങ്ങനെ നല്ലൊരു പുള്ളിയുടെ മോന. ഈ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ചെറുക്കന്റെ ജോലി എന്തുവാന്ന് ചോദിച്ചേ. അന്നേരം പറഞ്ഞു ജഡ്ജാന്ന്. ഞാനും എന്റെ വീട്ടുകാരെ വിചാരിച്ചു ഹൈക്കോടതിയിലെ വല്ല ജഡ്ജുമാണ്. കല്യാണം കഴിഞ്ഞപ്പോഴല്ലയോ അറിയുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജല്ലേ, ഈ കലോത്സവത്തിനൊക്കെ പോയിരിക്കുന്ന ജഡ്ജാന്ന്. എന്റെ ദൈവമേ, ഇത് പോയിട്ടുണ്ട് എവിടോ ജലോത്സവോ ഏതോ മേള നടക്കുന്നിടത്ത് പോയിട്ടുണ്ട്. മാർക്കിടാൻ വരുന്ന വർക്കൊക്കെ ഒന്ന് കാണണമേ. ഈ താടി നീട്ടി വളർത്തിയിട്ടുണ്ട് ജുബയുടെ ബട്ടൺസും മറന്നു കിടക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യനെ പറയിക്കാൻ. ഹലോ, ആർക്കെ ചുനക്കരയാ? ഞാൻ കോമളൻ, കേരളപുരം കോമളൻ. ആ കേരളപുരം കോമളൻ, എന്തോട്ടാ വിശേഷം? നല്ല നല്ല വിശേഷം, നല്ല വിശേഷം. ആ നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഉണ്ട്രയെന്നോ? അല്ല കുണ്ട്ര ഉണ്ടടാ. അവിടെ വല്ല മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ആണോടാ? പിന്നെ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലയോ? ഓ മൊബൈൽ മുറുക്കി പിടിച്ചോണം, ചിലപ്പോ തെറിച്ചു പോകും കേട്ടോ. അല്ലേ കൊല്ലം ജില്ലയുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലയോന്ന്? ഓ അവിടെ മാർക്കറ്റ് അന്തിക്കുമായിരിക്കും അല്ലേ? ആ ആന്നു. വേദിയിൽ ഇപ്പൊ എന്താ അരങ്ങേറുന്നത്? വേദിയിൽ ഇപ്പൊ ഒരു പരിപാടിയില്ല. കുറെ പിള്ളേർ കമ്പും കവരവും കൊണ്ട് തല്ലു കൂടുന്നുണ്ട്. ഞാനത് കണ്ടോണ്ടിരിക്കുക. കിഴങ്ങ ആളാണ് കമ്പുകളി കളി അതിന് മാർക്കറ്റ്. പിള്ളേരുടെ കോലുകൂടി നിന്നെ പൊതിപ്പിക്കുന്നേ. പോയേക്കാം. ഇത് ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം കേട്ടോ. ഓക്കെ. വന്നോ ജോലിയും കഴിഞ്ഞ്? ലളിതമ്മേ, എന്തൊക്കെയുണ്ട്? ആരായിരുന്നു വിളിച്ചതാരായിരുന്നു? നിനക്ക് മനസ്സിലായില്ലയോ? ഇല്ല. എന്റെ സഹപ്രവർത്തകൻ ആര്? കേരളപുരം കോമളൻ. എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. ഇനി അവനെന്ന് പറഞ്ഞ പണ്ട് പാട്ടും കുത്തുമൊക്കെ ആയിട്ട് നടന്നതാ. ഇപ്പൊ എന്നോട് ജഡ്ജ്മെന്റ് ഒക്കെ വന്നിട്ടേ ഇപ്പൊ അവന് ഇരിക്കാൻ നേരമില്ല. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓട്ടമല്ലയോ? നിങ്ങളുടെ കൂട്ടുകാരനല്ലയോ? എന്റെ കൂട്ടുകാരൻ. വേദികളിൽ നിന്നും വേദി നിന്നല്ല, വേദന തിന്ന് പോകുന്നു പറയാം. അതല്ല, അവൻ എന്നെ പോലല്ല, ഭയങ്കര മണ്ടനാ. നിങ്ങളുടെ കൂട്ടുകാരനല്ലയോ? എന്റെ കൂട്ടുകാരനാ. അവന് കഴിഞ്ഞിടയ്ക്ക് അടൂർ LP സ്കൂളിൽ മാർക്കുകാരൻ എന്റെ കൂടെ വന്നു. അവിടെ വന്നപ്പം അവിടുത്തെ ടീച്ചർ അനൗൺസ്മെന്റ് ചെയ്തു, അടുത്ത വേദിയിൽ നാഷണൽ ആന്തം എന്ന്. പിന്നെ സൈഡിൽ ഒരു ആന്ത്. എന്തോ ഈ നാഷണൽ ആന്തം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. നാഷണൽ ആന്തം എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനമാണെന്ന്. സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? നമ്മുടെ മോൻ പറഞ്ഞു പഠിപ്പിച്ച. മോന്റെ കാര്യം ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ വരുന്നത്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി ടീച്ചർ ഇട്ട് കൊടുത്ത മാർക്ക് ഉണ്ട്. എനിക്ക് വലിയൊരു ഇട്ട മാർക്ക് കണ്ടാ, ഞാൻ ഇട്ട മാർക്ക് കണ്ടാ മതി. ഞാൻ ഇട്ട മാർക്ക് ഞാൻ കാണത്തുള്ളൂ. എന്റെ മനുഷ്യ ആകെ 6 വിഷയമേ ഉള്ളൂ. അവൻ 7 വിഷയത്തിന് തോറ്റിട്ടാ ഇങ്ങോട്ട് വന്നത്. 7ാമത്തെ ഏതാണ് ഈ വിഷയം? അത് അവൻ സ്കൂളിലുണ്ടാക്കിയ വിഷയം. ഏതാ പിള്ളേരുമായിട്ട് അടിപിടി കൂടിയത്. നിങ്ങൾ ഇങ്ങനെ മാർക്കിട്ട് നടന്നോ? ചെറുക്കൻ വഴക്കിട്ട് നടക്കട്ടെ. എടാ ഒരു ജൂറിയുടെ അവസ്ഥ കണ്ടോ? ജൂറിയുടെ വീട്ടിലെ അവസ്ഥ കണ്ടോ? എന്തോ അവസ്ഥയാ നിങ്ങളുടെ കോലം. ഇത് എന്തോ മനുഷ്യന്റെ എന്തോ താടിയും മുടിയും. എനിക്ക് നാണക്കേട പുറത്തോട്ട് ഇറങ്ങി. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. ഒരുമാതിരി ആഫ്രിക്കൻ മുഷിയെ ചൂണ്ടിട്ട് പിടിച്ച പോലെ ഒരു താടി വെട്ടാൻ പറ്റുമോ? എന്റെ കലാജീവിതത്തിന്റെ എന്റെ പ്രൗഢിയാണ് എന്റെ താടി മുടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൗഢി കൂടുതലൊന്നും സംസാരിക്കല്ലേ. തിന്നാൻ വല്ലതും വേണോ? ഞാൻ ജൂറിയാന്നേ. തിന്നാൻ എന്തെങ്കിലും എടുക്കുന്ന നേരത്തെ എന്തെങ്കിലും ഈ മാതിരി സംസാരിക്കുന്നത്? എടി ഞാനൊരു ജൂറിയാ. തിന്നാൻ എന്തെങ്കിലും വേണമെന്നല്ല ചോദിക്കേണ്ടത്. ആഹാരം പാചകം ചെയ്തിട്ടുണ്ട്, കഴിക്കാൻ വരൂ സാറേ എന്ന് വിളിക്കണം. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നത്. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച് വിളമ്പി തരാം. വേണം? എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കഞ്ഞിയും പയറും ഉണ്ട്, എടുക്കട്ടെ? കഞ്ഞിയും പയറുവാണെങ്കിൽ പ്ലേറ്റിനകത്ത് എടുക്കണ്ട, ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ച് കുലുക്കി ഞാൻ കുടിച്ചോളാം. ഓ പറച്ചിൽ കേട്ടാ തോന്നും മിതാഹാര ഭോജനാന്ന്. അതുകൊണ്ടല്ല, പാത്രത്തിൽ ഇയാൾക്ക് കഞ്ഞി കൊടുത്താൽ ഇതാണ്ട് ഇയാൾ യൂശാൻ താടിയാ കഞ്ഞി കിടന്ന് ഓളം വെട്ടും. അതുകൊണ്ടാ. നീ പോയി കഞ്ഞി ഈ ഒപ്പിട്ട് വെക്കാം അങ്ങോട്ട്. എന്റെ ദൈവമേ, നാളെ എവിടാണോ ജഡ്ജ്മെന്റ്? കോഴഞ്ചേരി കോളേജിലാ. ഇതെന്തോ എഴുതി വെച്ചേക്കുന്ന ഐറ്റം? അമരവള അച്യുതൻ മാഷിനെ വിളിച്ചു ചോദിക്കാം ഇതെന്തോ സാധനം ഒന്ന്.
ഹലോ അമരവിള അച്യുതൻ മാഷേ. ആ അച്യുതൻ മാഷ് എനിക്ക് മനസ്സിലായി, ചുമ കേട്ടപ്പോ മനസ്സിലായി. ആർക്കെ ചുനക്കര. ആർക്കോ ചോരച്ചെന്നാ? ആർക്കോ ചൊരച്ചെന്നല്ല, ആർക്കെ ചുനച്ചരയാ വിളിക്കുന്നത്. ഓ ആർക്കെ ചുനക്കര എന്റെ ശിഷ്യൻ. മാഷേ, നല്ല വിശേഷങ്ങൾ. നാളെ കോഴഞ്ചേരി കോളേജിലാ എനിക്ക് മത്സരത്തിന് മാർക്കിടാൻ പോകേണ്ടത്. എങ്ങനാ? ഒന്നും പേടിക്കണ്ട, തൊട്ടപ്പുറത്തെ പമ്പയാർ എടുത്തൊക്കെ ചാടിയാ മതി. അതല്ല മാഷിന് കേൾവി കുറവുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറ്റി കഴിഞ്ഞിടക്കായിട്ട് കേൾവി കുറവൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നു പറഞ്ഞത്? എന്താ ഞാന് കഴിഞ്ഞ 2 വർഷം മുമ്പാണല്ലോ ഞാൻ അവസാനമായിട്ട് മാർക്കിടാൻ പോയത്. ഈ മാർക്ക് കുറഞ്ഞ പിള്ളേര് അതിന്റെ ദേഷ്യത്തിന് എന്റെ ചെവിയും കടിച്ചു പറിച്ചോണ്ട് ഓടിയടാ. ആ അപ്പൊ ഇപ്പൊ എന്റെ ശബ്ദം വന്ന് ഈ സുഷിരത്തിൽ വന്ന് തട്ടിത്തടഞ്ഞു പോകുന്നേ ഉള്ളൂ, അകത്തോട്ട് കേറുന്നില്ല. കാരണം ചെവിക്ക് മടലില്ലല്ലോ തടഞ്ഞു നിർത്താൻ. അപ്പൊ ഇനി അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ ചെയ്തൊരു മടൽ പിടിപ്പിക്കാനാ ചെവിക്ക്. അങ്ങനെ അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് ചെവി പിടിപ്പിക്കണ്ട, പറമ്പിലോട്ട് ഇറങ്ങിയാ മതി. എന്തിനാ? ഉണക്ക റബ്ബർക്കാ പൊട്ടിത്തെറിച്ച് കിടപ്പുണ്ട്, അതെടുത്ത് ചെവിയെ പിടിപ്പിച്ചാൽ മതി. നല്ല ഫിഗറാ അതിന്. അത് കൊള്ളാം, അത് കൊള്ളാം. മാഷേ, ഒരു സംശയം ചോദിക്കാനാ ഞാൻ വിളിച്ചതേ. എന്തുവായിരുന്നു? എനിക്ക് നാളെ കോഴഞ്ചേരി കോളേജിൽ ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മൈമെന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ മൈമെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് അതോ ആക്ഷൻ കാണിക്കും പിള്ളേരെ കുറെ മുഖത്ത് വെള്ള കളറും തേച്ച് കുത്തി വരച്ചിട്ട് വന്ന് കുത്തി പറയുന്ന ഒരു സംഭവം ഇല്ലയോ? അതാണ് ഈ മൈമ്. അതാ മൈമ്. മാഷേ, നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഫ്രീയാ. ആഫ്രിക്ക അല്ല, ഞാൻ നാളെ ഫ്രീ ആണ്. ആണെങ്കിൽ വേദി 2 കളരിപ്പയറ്റ് മത്സരം നടക്കുന്നുണ്ട്, ഒന്ന് മാർക്കിടാൻ വരാമോ? ഞാനെങ്ങും വരുന്നില്ല. ഒന്നാമത്തെ ഒരു ചെവി മുറിഞ്ഞു പോയി, ഇനി പിള്ളേരുടെ കടുത്തൂടെ കണ്ടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ശരി മാഷേ, ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം. എന്റെ ദൈവമേ, ഇന്ന് അവിടെ ഇവിടെ പോയി മാർക്കറ്റ് നെഞ്ചിന് ഭയങ്കര വേദന. അയ്യോ, 9 മണിയായപ്പോ തുടങ്ങിയ ജഡ്ജ്മെന്റാ. കസാര കൈ കുത്തി വെച്ചിട്ട് ഉണക്കത്തേങ്ങയുടെ ചോട് പോലെ കൈ. നാടുവാന്നെ നൂർത്തിട്ടേ ഇല്ല, ഇന്നൊന്നും നാട് വന്ന് നൂർക്കണം. ഈ കൈ കൊണ്ടല്ലോടാ നീ മാർക്ക് ഇടുന്നേ? ഈ കൈ കൊണ്ടല്ലോടാ നിന്നെ ഈ റൈറ്റിംഗ് പാടിന്റെ സ്പ്രിങ്ങിനകത്ത് അമുക്കോടാ ഞാൻ. മേലെ നീ മാർക്ക്. അത് ശരി. മുണ്ടും വലിച്ചു മുറിച്ച് കളയണം ഞാൻ. ഇരുന്ന് കാര്യം പറയാം. ചേട്ടോ, എന്തോ ആരെ ടിപ്പറിനോണ്ടൊന്ന് കല്ലിട്ടത്? ടിപ്പറിന് കല്ലിട്ടല്ല, ഒരു അതിഥിയുണ്ട്. ഒരു ഗ്ലാസ് ചായ എടുക്കണി. നിങ്ങൾക്ക് എടുക്കണോ? എനിക്ക് ശരിക്കും കിട്ടി. അല്ല എനിക്ക് മനസ്സിലായില്ല ഇത് ഇവിടുന്ന് വരുവാന്ന്. മനസ്സിലായില്ല, നിനക്ക് മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് എഴുന്നേറ്റടാ. നീ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ കേരളോത്സവത്തിന് മാർക്കിടാൻ പോയായിരുന്നോടാ? പോയായിരുന്നെങ്കിൽ മാർക്കിട്ട നേരം മോണോ ആക്ടിന് നീ മാർക്കിട്ടായിരുന്നോടാ? ഇട്ടില്ലെങ്കിൽ എന്നിട്ട് നീ ആ മാർക്കിട്ടിട്ട് ആരും കാണാതെ അവിടുന്ന് ഓടിയായിരുന്നോടാ? ഓടിയെങ്കിൽ നിന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയായിരുന്നെങ്കിൽ എന്താ എന്താടാ? ആരായിരിക്കും മനസ്സിലായില്ല? ആരാന്ന് മനസ്സിലായില്ലല്ലോ. എടാ, കേരളോത്സവത്തിന് നീ മാർക്കിടാൻ വന്നില്ലയോ? അന്ന് നീ അവിടെ ഇരുന്ന് എല്ലാവർക്കും അവാർഡ് കൊടുത്തു. പക്ഷെ അവിടെ പെർഫോം ചെയ്ത ബാലതാരങ്ങൾക്ക് നീ അവാർഡ് കൊടുത്തില്ല. ആ ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വന്ന ബാലനടാ ഞാൻ. ഇത്രയും വലിയൊരു ബാലം വന്നിട്ട് ബാലതാരത്തിന് അവാർഡ് വേണമെന്ന് പറഞ്ഞത് ഇയാൾ എന്തോ അവിടെ ഉണ്ടാക്കി വെച്ചത്? അയ്യോ, ഞാനല്ല ബാലതാരം, ഇല്ലേ? ഞാൻ ബാലൻ. അവിടെ പെർഫോം ചെയ്ത താരം എന്റെ മകൻ, അവനാണ് ബാലൻ. ഒന്നുകൂടെ പറഞ്ഞ മനസ്സിലായില്ലത്. എന്റെ പേരാണ് ബാലൻ. അവിടെ പെർഫോം ചെയ്ത ബാലതാരം എന്റെ മോൻ, അവനാണ് ബാലൻ. ഇടി കിട്ടിയ എനിക്കല്ലയോ? എന്റെ റിലേ അല്ലയോ പോകേണ്ടത്? ഇപ്പൊ നിന്റെ റിലേ ആണല്ലോ പോയത്. എന്റെ പൊന്നടാവെ പറഞ്ഞു മനസ്സിലായില്ലയോ? ഇല്ല. എടാ, എന്റെ കുഞ്ഞ്, ഇച്ചിരിയുള്ള കുഞ്ഞ് ബാലൻ, കുഞ്ഞുങ്ങളെ ബാലൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ പേരാണ് ബാലൻ. അച്ഛനും അമ്മ എനിക്ക് പണ്ടിട്ട പേരാണ് ബാലൻ. അപ്പൊ നിന്റെ അച്ഛനമ്മയ്ക്ക് അറിയത്തില്ല നീ വളർന്ന് വലുതാവുമെന്ന്? ബാലൻ നിട്ടത്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് നീ അവാർഡ് നിഷേധിച്ചു. അവിടെയുള്ള ബാലതാരങ്ങൾക്കെല്ലാം അവാർഡ് നിഷേധിച്ചു. എന്തുകൊണ്ടെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടാ, ജൂറിയുടെ അന്തിമ തീരുമാനമാ. എന്തോ? തന്റെ മോനെ അവിടെ എന്താ കാണിച്ചത്? തന്റെ മോനെ ഏതായിരുന്നു? നിനക്ക് അറിയത്തില്ലേ ഇപ്പൊ, ഇല്ലയോ? ചെസ് നമ്പർ 43 ഓർമ്മ ഉണ്ടോടാ നിനക്ക്? ആ, ഓർമ്മയുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ആ 43 എന്റെ മോനായിരുന്നു. ഓ, 43 മോനായിട്ട് കൊണ്ടു നടക്കുന്നത് ഇവനെന്താ ഭ്രാന്താക്കിയവര്? 43 അല്ലെന്നും നെഞ്ചത്ത് 43 എഴുതി ഒട്ടിച്ച് അവിടെ പെർഫോം ചെയ്തു. മോണോആക്ട്, മിമിക്രി, നാടകം, ഒപ്പന എല്ലാം തകർത്തഭിനയിച്ചത് എന്റെ മോനാണ്. എന്റെ മോന് നീ അവാർഡ് നിഷേധിച്ചു. നിന്റെ മോൻ അവിടെ എന്താ കൂത്താട്ടമാണ് കാണിച്ചത്? കാണിച്ചത് എന്റെ മോൻ എന്തൊക്കെ ഐറ്റങ്ങൾ കാണിച്ചത് അവിടെ? നല്ല കിടുക്കനായിട്ടല്ലേ അവൻ മിമിക്രി അവിടെ ചെയ്തത്. എന്താ മിമിക്രി കാണിച്ചത്? മൂക്കിനകത്ത് വിരലിട്ടിട്ട് കൊഞ്ഞലം കത്തിയതാണ് മിമിക്രി. മൂക്കിനകത്ത് വിരലിട്ട് കൊഞ്ഞലം കുത്തിയതല്ല, അവൻ മുഖർശങ്ക് പ്രാക്ടീസ് ചെയ്തതാ.
മാർക്കിടാൻ പറ്റത്തുള്ളൂ. അത് മാത്രമാണോ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നത് എന്ത് കിടുക്കനായിട്ട് എന്റെ മോൻ ചെയ്തേ? നീ എന്നാ പഠിപ്പിച്ചു വിട്ടത്? ഞാനാ പഠിപ്പിച്ചു നീ ഇത് കാണിച്ചു തന്നു. ചെറുപറ ടുട്ടോ ടിക്കറ്റ് ടും കിടുക്ക പിടിക്കട്ടെ. തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം പൊട്ടുന്നതല്ല, അവിടെ കൊട്ടിയ ശബ്ദം തടപട അവിടെ കിട്ടു കുടുക്കുടുക്ക. എടാ ജൂറിയുടെ അന്തിമ തീരുമാനമുണ്ട്, അത് നല്ലതായിട്ട് നടപ്പാക്കി ഞാൻ. അതങ്ങ് പോട്ടെ, മിമിക്രിയെ നിങ്ങൾ പാടെ അവഗണിക്കുന്ന ഒരു അവസരമാണല്ലോ ഇത്. പക്ഷെ അവൻ അവിടെ ഒരു നാടോടി നൃത്തം കളിച്ചു, കിടുക്കൻ നാടോടി നൃത്തം. എന്ത് ഗ്രേസ്ഫുൾ ആയിരുന്നു അവന്റെ പെർഫോമൻസ്. ചെറുക്കനൊന്നും അവിടെ കാണിച്ച വന്ന കാര്യങ്ങൾ അവിടെ നല്ല അടിപൊളി നാടോടുത്തു എന്റെ കുഞ്ഞു കളിച്ചേ. എന്താ കാണിച്ചത്? കാവേരി പുഴയിൽ കരിവീട്ടി തോണിയിൽ കരിമല വീശാൻ പോയവനെ മലേറിയ എന്റെ മാൻ അഴുക്കാ. നീ അഴുക്കാ, നിന്റെ മകനും അഴുക്കാ കാണിക്കുന്നത്. മാൻ അഴുക്കുന്നല്ല, മാൻ അഴകാന്ന്. എന്തുവായാലും അവാർഡ് കിട്ടാത്തപ്പോ എന്റെ കുഞ്ഞെന്തോ കരച്ചില്ലാന്നറിയാം അവിടെ കിടന്ന് കരഞ്ഞത്. അവൻ അവാർഡ് കിട്ടാൻ കരഞ്ഞതല്ല, ആ സിവിന്റെ തറയെ കാല് വെച്ച് അടിക്കാന്റെ വേദന കൊണ്ട് കിടന്ന് കരഞ്ഞതാ. നിങ്ങൾ ഇങ്ങനെ ഈ ബാലതാരങ്ങളെ അവഗണിക്കരുത്. വളർന്നു വരുന്ന യുവതാരങ്ങളാണ് വരും. അവൻ കിടുക്ക മോണോക്റ്റാ നാട്ടുകാരെ ചെയ്തത്. ഇയാളത് കണ്ടില്ലപ്പെടുത്തിയിരുന്നു. എന്താ മോണാക്ട് കാണിച്ചത്? എന്താ മോണാക്ട് കാണിച്ചെന്ന് പറഞ്ഞു? ഇതോ മോണോ ആക്ട് എന്ന് കാണിച്ചു. ഈ നാട്ടിൽ അവഗണിക്കപ്പെട്ട അവസ്ഥിത വർഗങ്ങളുടെ ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങളുടെ ഒരു അവസ്ഥയാണ് അവൻ ചെയ്തത്. കുഞ്ഞിന് പാല് കൊടുക്കാൻ, കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ഭിക്ഷക്കാരന്റെ ദയനീയ അവസ്ഥ അവൻ ചെയ്തവിടെ. അവാ വല്ല തറേ ചേട്ടാ ചേട്ടാ വല്ല തറേ ചേട്ടാ. നിങ്ങൾ എന്തോ കണ്ട ആസ്വദിക്കുക. കണ്ട വിച്ചക്കാരൊക്കെ പെരക്കാത്ത വന്ന് കയറി നിങ്ങൾ നോക്കി എനിക്കാണ്. അമ്മ വല്ല തറേ അമ്മ. പിച്ചക്കാരൻ നിനക്ക് മനസ്സിലായി? പിച്ചക്കാരൻ ചേച്ചിക്ക് മനസ്സിലായി? മനസ്സിലായി. ചേച്ചിക്ക് മനസ്സിലായി? ധാരാന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. അവക്ക് മനസ്സിലായില്ല. ചേച്ചിക്ക് മനസ്സിലായില്ലേ ഭിക്ഷക്കാരനാന്ന്? മനസ്സിലായി. ചേച്ചിക്ക് മനസ്സിലായി. പക്ഷെ ഇവൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെന്ന്. ഞാൻ ഭിക്ഷക്കാരനാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായി. നീ എന്തിനാ ഈ പെരക്കകത്ത് വന്ന് കയറിയെന്ന് മനസ്സിലായില്ലെന്നാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടി കിടുക്കനായിട്ടാണ് എന്റെ കുഞ്ഞോടെ ഭിക്ഷക്കാരനായിട്ട് ചെയ്തത്. പക്ഷെ നിനക്കത് മനസ്സിലായില്ല. എന്തോ ഈ പറയുന്നത്? ഇവൻ എന്റെ കുഞ്ഞിന് അവാർഡ് നിഷേധിച്ചു. അവാർഡോ? ലളിതാമ്മേ, ഇവന്റെ കൊച്ചു വന്ന അവിടെ കോപ്രായം കാണിച്ചു. അതിന് ഞാൻ മാർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? സത്യസന്ധമായിട്ട് മാർക്ക് ഇടുന്ന ഒരു ജൂറി അംഗമല്ലേ ഞാൻ. അപ്പൊ ഇവരെ കൊച്ചു ഞാൻ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അത് ഇപ്പൊ ചേട്ടന് അത് അർഹതയുള്ളവർക്കേ കൊടുക്കത്തുള്ളായിരിക്കും. എന്താ അർഹതയുള്ളവർക്ക്? അർഹതയുള്ളവർക്കല്ല ഇവൻ കൊടുത്തത്. ഈ വളർന്നു വരുന്ന യുവതാരങ്ങളെ, ബാലതാരങ്ങളെ ഈ മുളയിലെ നുള്ളുന്ന പരിപാടിയിലൂടെ നീ ചെയ്തത്. എടാ നിന്റെ കൊച്ചു ചെയ്തതല്ല നിനക്ക് തോന്നി. എന്റെ കൊച്ചു കിടുക്കനായിട്ട് അവിടെ ചെയ്തത്. എടാ നിന്റെ കൊച്ചു ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കുട്ടി അവിടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ട് ബോണാക്ട്. എന്റെ പൊന്നെ, തെരുവ് നായ ആക്രമിക്കാൻ വരുമ്പോൾ പേടിച്ചോടുന്ന ഒരു സീൻ ആ കൊച്ചു കാണിച്ചു. കൊള്ളത്തില്ലായിരുന്നു. ഞാൻ കണ്ടത്. അത് കിടുക്കനായിട്ട് ചെയ്തതാ. അടി കിട്ടും. കിടുക്കനായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. എങ്ങനെ ചെയ്തൊന്ന് കാണിച്ചു തന്നു. എന്റെ പേര് സിന്ധു. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് തെരുവ് നായ ഒരു കുട്ടിയെ ആക്രമിക്കാൻ വരുന്നത്. അത് അവിടുന്ന് തെരുവ് നായ കുറച്ച് വരുന്നു. പോയി വാഷ് ബേസിനോട് തെരുവ് നായ ആക്രമിക്കാൻ വരുന്നേ. എന്നെ രക്ഷിക്കണേ. കുട്ടി രക്ഷപ്പെട്ടിട്ട് കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരാം. അന്നേരം കാണാം. നിന്റെ ഓപ്പണിംഗ് ഒക്കെ കൊള്ളായിരുന്നു. തിരിച്ചു വരുമ്പോ നിന്റെ ക്ലൈമാക്സ് കൂടെ ഞാൻ നോക്കട്ടെ. സത്യം പറഞ്ഞ എന്റെ ചേട്ടനാന്നേ നേരത്തെ പറഞ്ഞ പോലെ ഈ അർഹതയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. അനിയ എന്റെ പൊന്നി ചേച്ചി, നിങ്ങളോടൊരു സ്നേഹം ബഹുമാനമുള്ളോട് പറയുക. നിങ്ങളുടെ ചേട്ടൻ മനഃപൂർവ്വമാണ് എന്റെ കുഞ്ഞിന് അവാർഡ് തരാതിരുന്നത്. അയ്യോ, ഈ അവാർഡ് കിട്ടാത്തതിന് മാനം തൊണ്ട് എന്റെ കുഞ്ഞ് ഒരാഴ്ച കൊണ്ട് സ്കൂളിൽ പോയില്ല, അറിയാമോ? സ്കൂളിൽ പോകുന്നില്ലയോ? എങ്ങനെ പോവാൻ? അവൻ എങ്ങനെ പോവാൻ? സെലിബ്രിറ്റി അല്ലേ. സെലിബ്രിറ്റിക്ക് അവാർഡ് കിട്ടാൻ സ്കൂളിലോട്ട് എന്ന സ്കൂളുകാർ കയറ്റും അവിടെ. സെലിബ്രിറ്റി ആണോ? പിന്നെ അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, എന്റെ മോൻ 3 സിനിമയെ മുഖം കാണിച്ചല്ലേ. അല്ല, നിങ്ങളുടെ ജോലി എന്തുവാ? എനിക്ക് ജോലിയൊന്നുമില്ല. അല്ല, അവന് ജോലിയുണ്ടല്ലോ. മോന് ജോലിയുണ്ടല്ലോ. പഠിക്കാൻ വന്ന ഇറക്കലാണ് ജോലി. അല്ല, അവന് ചെറിയ ഷോർട്ട് ഫിലിമും മറ്റേ ചെറിയ സിനിമയും ഇന്റർവ്യൂ ഒക്കെ കിട്ടുമല്ലോ. അതിന്റെ സൈഡിൽ കൂടെ ഞാനും അങ്ങ് പോകും. പിന്നെ ഞാൻ ചെറിയ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞുവായിലെ വലിയ വർത്തമാനങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഞാൻ അവനെ അങ്ങ് കൊണ്ടുപോവാം. അതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇച്ചിരി കൂളായല്ലോ. സത്യം പറഞ്ഞ എന്റെ ചേട്ടനൊക്കെ നേരത്തെ പോലെ, അതായത് ഇവര് പാരമ്പര്യമായിട്ട് നല്ല കല ആസ്വാദകരെ. ഉമ്മ കള്ളം പറയാ, അയാളെ കണ്ടാലേ അറിയാം, അയാൾക്ക് ഒന്നും അറിയാം. അങ്ങനെ പറയുന്നത് എന്റെ ചേട്ടന്റെ മുഖത്തെ കല നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ആ നീട്ടി വളർത്തിയ താടിയും തലമുടിയൊക്കെ കണ്ടിട്ടില്ലയോ? എന്ത് തോന്നുന്നു? അത് വെട്ടിക്കാൻ കാശില്ലെന്ന് തോന്നുന്നു. അതല്ലെന്ന്, അത് കലാകാരന്റെ അഴകാ, ആ ബുദ്ധിജീവിയുടെ ആ ഒരു ഇതാ. അത് ഉമ്മ അടങ്ങി, അവൻ മേലിറങ്ങി പണിക്ക് പോകാതിരിക്കാൻ വേണ്ടി അടവെടുത്തിരിക്കുക. അങ്ങനെ ദേഷ്യപ്പെടരുത്. അതായത് എന്റെ അമ്മായിച്ചനുണ്ടല്ലോ, PK ചുണക്കര എന്ന് പറയുന്ന ആള് എന്തോ ജഡ്ജാരെന്നറിയാവോ? സത്യം പറഞ്ഞ ഈ കേരളത്തിലെമ്പാടും പുള്ളി മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് ശരി. കെട്ടി കഴിഞ്ഞിട്ട് വരട്ടെ. അവനെ ഉണ്ടല്ലോ, ഇന്ന് അവന്റെ ക്ലൈമാക്സ് ഇവിടെ ഒത്തില്ലെങ്കിലുണ്ടല്ലോ, അവൻ എന്റെ കോച്ചിനെ കാട്ടി വലിയ ഇങ്ങനെ പറയാനായിട്ട് സൈക്കിൾ മെഷീൻ ചവിട്ടിക്കൊണ്ട് വരുന്നത്. ഞാനാ
ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അമ്മായിയച്ഛൻ ഇവിടെ അമ്മായിച്ചൻ കാലിന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെച്ചായിരുന്നു. എങ്ങോട്ട് മാറ്റി വെച്ചു? ഇവിടെ നിർത്തല അവിടെ കൊണ്ടുവച്ചു. മാറ്റി വെച്ചത് ചേച്ചി ഈ മുട്ടിന്റെ ചിരട്ടയ്ക്ക് കേടായിരുന്നല്ലോ. അപ്പൊ ഈ മുട്ടിന്റെ ചിരട്ട എടുത്ത് ഈ ചിരട്ടയെ വെച്ചു. ഇവിടെ ചിരട്ടയില്ലാഞ്ഞിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചു. അപ്പൊ തിരിഞ്ഞും പറഞ്ഞാണ് തീരെ വയ്യ. പാലം പോലെ എന്തിനാ വന്നത്? എന്റെ പേര് എങ്ങനെ അറിയാം? അറിയാൻ പറഞ്ഞു. അല്ല ഇങ്ങനെ വന്നത് എന്റെ മോനെ അങ്ങോട്ട് വന്നാൽ പെർഫോമൻസ് ചെയ്തിട്ട് വന്നാൽ അവനെ നോക്കിക്കോ ഞാൻ. അല്ല അവനത് ഇറങ്ങി ചാടി. എന്തിനാ അവനറിയത്തില്ല എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അവൻ പെർഫോം ചെയ്തിട്ട് വരട്ടെ. അതെ മോനെ ഇതിനെക്കാട്ടി വലിയ പരിപാടി അവൻ ചെയ്യുമെന്നാ പറഞ്ഞത്. ഞാനും ചുരക്കര മാഷ പല ആൾക്കാർക്കൊക്കെ ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. മോനെ വിഷയം എന്ന് പറഞ്ഞാൽ കുഞ്ഞില് മാർക്ക് കൊടുത്തു. എനിക്ക് എന്റെ പൊന്നപ്പൂപ്പ ഞാനൊരു കാര്യം പറയട്ടെ. ഈ വളർന്നു വരുന്ന യുവതാരങ്ങൾ ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കണം. അവരെ മുളയിലെ നുള്ളരുത്. അവർക്കൊരു പ്രോത്സാഹനമാണ് ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരിക്കട്ടെ. ഭയങ്കര പെർഫോമൻസ്. എടാ കൊച്ചേ നിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കൊച്ചു കുഞ്ഞല്ലയോ? ആ കൊച്ചു കുഞ്ഞാണ്. ഒരുപാട് വളർന്നു വരാനുണ്ട്. ഉണ്ട്. അല്ല ഒരു അവാർഡ് കിട്ടിയിട്ട് സ്റ്റോക്കേഴ്സിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് വളരത്തില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ ആ കുഞ്ഞിനോട് പോയി പറഞ്ഞ് മനസ്സിലാക്കണം. കുഞ്ഞെ നീ ഒരുപാട് വളരാനുണ്ട്. ഇപ്പൊ ഒരു അവാർഡ് തന്നു കഴിഞ്ഞാൽ നീ എവിടെ അങ്ങ് സ്റ്റോപ്പ് ആക്കി ഇത്ര ഉള്ളെന്ന് വിചാരിച്ചു. അപ്പൊ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. നീ ഒരുപാട് വളർന്നു വരുന്നതിന് നിനക്ക് നാഷണൽ അവാർഡ് ദേശീയ അവാർഡ് ഓസ്കാർ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടത്. മുതിർന്നവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അതാ കേൾക്കണം. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വളരുമ്പോ അവൻ ഇനി കിട്ടും. അത് മതി. അത് എന്റെ മോൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അപ്പം മാഷിനോടൊന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞേക്ക്. 2 അടി അടിച്ചിട്ടുണ്ട്. അതിന് സോറി കൂടെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. അന്നത് കിട്ടണം അവനെ. അപ്പൊ ഞാൻ പോട്ടെ ചേച്ചി. പോട്ടെ സന്തോഷമായിട്ട് പോയിക്കോ. എങ്ങനെയുണ്ടടി നിങ്ങളുടെ ഈ താടി മീശയൊക്കെ എവിടെ പോയി? എടി താടി പറിച്ചു കളഞ്ഞാൽ പിന്നെ കിളിച്ചു വരും. ഇവൻ എന്നെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് കിളിച്ചു വരുമോ? അതുകൊണ്ട് ഞാൻ വേഷം മാറി ഇവിടെ വന്നത്. അടി കിട്ടിയായിരുന്നല്ലേ? അടി കിട്ടിയ വേണം നിങ്ങൾക്ക് വേണം. അതിനെ അറിയിക്കാതിരുന്നോ? എന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ്. ഇതോ ഈ നമ്മുടെ അപ്പൂപ്പൻ നടക്കുന്ന ഉറങ്ങൂലായിരുന്നു. പല ചടക്കി കൊണ്ട് വന്നതാ. ഒപ്പിടാവോ? ഇനി ഞാൻ അതിനകത്തിൽ ഒപ്പിടാം. അല്ലെങ്കിലേ മാർക്ക് കണ്ട ഒപ്പിട്. മാർക്ക് അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കൊല്ലം കലോത്സവത്തിന് മാർക്കിട്ട സമയത്ത് നിന്റെ അനിയത്തിയുടെ മോൾ അവിടെ ഒരു ഇത് ഭരതനാട്യം നടത്തിയായിരുന്നു. നിന്റെ അനിയത്തിയുടെ മോൾ അവിടെ വന്നായിരുന്നു. രാധാമണിയുടെ അവിടെ വന്നിട്ട് എന്റെ തൊട്ട് ഫ്രണ്ട് വന്നിട്ട് ഒരുങ്ങി നിൽക്കുക. എന്നെ ഒരുങ്ങി നിന്നപ്പം എന്നോട് ചേട്ടാ ഞാൻ ആ കുഞ്ഞിനെ അങ്ങോട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാർക്ക് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താങ്ങ് കിട്ടുന്നത് നമ്മുടെ സ്വന്തക്കാരില്ലയോ? നമ്മുടെ സ്വന്തക്കാരാകുമ്പോൾ നമ്മൾ അങ്ങനെ മാർക്കിട്ട് കൊടുക്കണം. ഹലോ എക്സ്ക്യൂസ് മീ. ആർ.കെ. ചുനക്കര മാഷിന്റെ വീടല്ലേ? ഞാൻ ആർ.കെ. ചുനക്കര മാഷിന്റെ പഴയ ഒരു ശിഷ്യനാണ്. പഴയെന്ന് പറഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പ് ഞാൻ മാഷിന്റെ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പഠിച്ച് ആക്ടിങ് ഒക്കെ പഠിച്ച് ഞാനിപ്പോ അറിയപ്പെടുന്ന ഒരു ഹോളിവുഡ് നടനാണ്. അതെ. അപ്പൊ ഞാൻ മാഷിനെ ഒന്ന് കാണണം. ഗുരുദക്ഷിണയുണ്ട്, അതൊന്ന് സമർപ്പിക്കണം. തിരിച്ച് ഹോളിവുഡിലേക്ക് പോകണം. അപ്പൊ മാഷിനെ ഒന്ന് വിളിക്കാമോ? മാഷാണ്. അപ്പൊ ഞാൻ ഗുരുദക്ഷിണ അങ്ങോട്ട് തരട്ടെ. എന്താ സാധനം? ഇങ്ങോട്ട് നിക്കടാ. വരുന്നു. എന്റെ കുലുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാണോടാ നിനക്ക് മുമ്പേ വന്ന ബാലൻ. കുലുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഓവർ ആക്ടിങ്ങിന്റെ ആളാണ്. നീയാന്ന് എനിക്ക് അന്നേരം മനസ്സിലായടാ. അപ്പൊ നിനക്കൊരു സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ പോയി തന്നത്. മേലുണ്ടല്ലോ പിന്നെ അടിക്കുന്നതോ? അല്ല, നിങ്ങളുടെ ഈ ജഡ്ജ്മെന്റ് നിർത്തിക്കോണം. ആ ജൂറി മനോജേട്ടൻ ആൻറ്റിയും നല്ല കോൺസെപ്റ്റും അതുപോലുള്ള ഒരു ആക്റ്റും ആയിരുന്നു. കാരണം ആനുകാലിക പ്രാസക്തിയുള്ളൊരു പ്രമേയത്തെ നിങ്ങളൊരു എന്താ പറയണ്ടേ, നമുക്കൊരു വലിയ കാര്യം പറയാനുണ്ട്, പക്ഷെ നമുക്കൊരു ചെറിയ ചട്ടക്കൂടി എന്നേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മനോഹരമായിട്ട് തിങ്ക് ചെയ്ത് എടുത്തൊരു സ്ക്രിപ്റ്റാണ്. അതിനെ നിങ്ങൾ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ കൈയടി തന്നേ പറ്റത്തുള്ളൂ. കാരണം ഇന്നിപ്പം നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കലോത്സവങ്ങളിൽ മത്സരങ്ങൾ ആ സ്റ്റേജുകളിലല്ല, മറിച്ച് പുറത്താണ്. ഈ പറഞ്ഞ പോലെ വിധികർത്താക്കളും രക്ഷിതാക്കളുമായിട്ടാണ്. നമ്മുടെ കലാസൃഷ്ടിയിലൂടെ പല കാര്യങ്ങളും പറയാൻ സാധിക്കും, പക്ഷേ ഇങ്ങനെയുള്ളൊരു മേഖലയെ തൊടാനായിട്ട് പെട്ടെന്ന് ആരും വില്ലിങ് ആവില്ല. പക്ഷേ നിങ്ങൾ ആ ധൈര്യം കാണിച്ചു, അതിനൊരു സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തു. പക്ഷേ കുറച്ച് ഹ്യൂമറിൻ്റെ ഇത്, നമുക്ക് എല്ലാത്തിലും ഹ്യൂമർ ആഡ് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കാര്യത്തെ ഇങ്ങനെയുള്ളൊരു തോട്ടിനെ കൊണ്ട് ഒരു പ്ലേയിൽ കൊണ്ടുവരുമ്പം കുറച്ച് ഹ്യൂമറോടുകൂടി പറഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്ത് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. എനിവേ ഞാൻ എൻജോയ് ചെയ്തു.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക? ടിനി മാർക്കിടാൻ പോയിട്ടുണ്ടോ ജഡ്ജായിട്ട്? ഞാൻ മാർക്കിടാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ഭയങ്കര ഒരു റിസ്കി ജോബാണത്. നമുക്ക് സ്കൂൾ കലോത്സവങ്ങൾക്ക് മാർക്കിടാൻ പോയിട്ടുണ്ട്. മോണോ ആക്ട്, മിമിക്രി, അതാണ് മെയിൻ. പിന്നെ ഒപ്പനയ്ക്കും പോയിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ സംസ്കൃതത്തിന് മാർക്കിടാൻ 2 പേരേ ഉള്ളൂ. 3 പേര് ഇരിക്കണമല്ലോ, ഒരാളും കൂടെ വേണം. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, അതിനും കൂടെ സാറൊന്ന് ഇരിക്കാമെന്ന് ചോദിച്ചു. 20-25 വർഷം മുമ്പാണ്. മലയാളം തന്നെ കറക്റ്റായിട്ട് പറയാത്ത ഒരാളോട് സംസ്കൃതത്തിൻ്റെ, ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല, അതെന്താന്ന് പോലും അറിയില്ല. ഒന്നും അറിയാനില്ല, അവിടെ ഇരുന്നാൽ മതി. കാര്യം അതിന് ഒരാളേ ഉള്ളൂ മത്സരിക്കാൻ, ഒറ്റ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ മത്സരിക്കാൻ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം, അതിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഇരിക്കുക. കാര്യം ഒരു കോൾ ഷീറ്റോട് വീഴുകയാണ് അവിടെ. പിന്നെ രണ്ടാമത് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാവുന്നതാണ്. അപ്പം 3 പേരും കൂടെ ലാസ്റ്റ് പ്ലാൻ ചെയ്തിട്ടാണല്ലോ മാർക്ക് കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ കയറിയിരുന്നു, അതിന് മാർക്കിട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ കോണ്ടന്റ് ഉഗ്ര സാധനമാണ്. ഒന്നുകൂടെ നിങ്ങൾ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലൊരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഐറ്റമായിരുന്നു ഇത്. പക്ഷേ ഇതിൽ എന്താണോ തമാശയുടെ എലമെൻറ്റുകൾ കുറഞ്ഞു പോയി, ആ ഒരു കുറവ് ഉണ്ട് ഇതിൽ. പിന്നെ ആ മൈമിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത വിളിച്ച് മാഷോട് ചോദിക്കുന്നത്, അതൊക്കെ നല്ല സാധനം. എന്താ അത് കുറേ പിള്ളേർ വന്നുവെച്ചാൽ വെള്ള സാധനം ഇങ്ങനെ മുഖത്തൂടെ വരച്ചിട്ട് കയറി ഇറങ്ങി പോകുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ചില ജഡ്ജ്മെൻറ്റിന് പോകുന്നവർക്ക് ചില ഐറ്റത്തിലേക്ക് മാറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആളായിരിക്കും. കുറച്ചുകൂടെ തമാശകൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ഗംഭീരമായിട്ട് പോയേനെ. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് തമാശ കുറവാണ്. എന്തായാലും അടുത്ത പ്രാവശ്യം നിങ്ങളിൽ നിന്ന് ഒരുപാട് തമാശകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ടിനി ചേട്ടാ. നല്ലൊരു പെർഫോമറിന് നല്ലൊരു ജഡ്ജാവാൻ പറ്റും. മനോജ് വലഞ്ചുഴി നല്ലൊരു പെർഫോമറാണ്. അപ്പം നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളൊന്ന് ജഡ്ജ് ചെയ്ത് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? കോമഡി കുറവായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെറിയത്. അപ്പം നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നല്ലൊരു പെർഫോമറിന് പറയാൻ സാധിക്കും. ഞാൻ ഒരു SSLC പരീക്ഷയുടെ A+ കിട്ടുന്നവർക്ക് അവാർഡ് കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ A+ ഉള്ളവർക്കാണ് അവാർഡ്. ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ആൾക്ക് പബ്ലിക്കിലല്ല വീട്ടിൽ കൊണ്ടേ കൊടുക്കണം. എന്തെങ്കിലും കാരണം ഉണ്ടാവും, അവൻ പാസ്സാവാത്തതിൻ്റെ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ കാരണം ഉണ്ടാവും, അത് കണ്ടുപിടിക്കണമെന്ന്. അതുപോലെ നിങ്ങളിൽ ഞാൻ കണ്ടുപിടിച്ച കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിദേശയാത്രയിലായിരുന്നു, അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അല്ലേ? അതാണ് 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് എത്തും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളുണ്ട്. വളരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു ഹോംവർക്ക് ചിലപ്പോൾ കുറയുമായിരിക്കും. പക്ഷേ ആ യാത്രകളിൽ പോലും നമ്മളുടെ കൊണ്ടുവന്ന ഫ്ലോറിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണത്. ആ യാത്ര നിങ്ങളെ ബാധിച്ചിട്ടില്ലേ? അത് വയ്യ, 3 പേർക്കും വയ്യ. അതാണ് അവിടെ 100% ഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മൾ പുറത്തൊരു പ്രോഗ്രാമിന് അവരോട് നമ്മൾ കമ്മിറ്റ് ചെയ്യണം. അതിനേക്കാൾ ഇരട്ടി കമ്മിറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സംഭവം ഈ മറ്റേ എന്താണ് വിക്ഷേപിക്കുന്ന സ്ഥലം ഏതാണ്? തുമ്പ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് കുറെ റോക്കറ്റുകൾ പോകുന്നുണ്ട്. റോക്കറ്റ് പോകുന്നറിയാതെ എവിടെ നിന്ന് ഇതവരെ അറിയാലല്ലേ? അല്ല റോക്കറ്റ് പോകുന്നുണ്ട്. പക്ഷെ ഇവര് ശരിക്കുള്ള റോക്കറ്റിനെ അറിയാം വെച്ചാ റോക്കറ്റ് പോകുന്നറിയാം, എവിടെ അറിയില്ല. സാധനം ഇങ്ങനെ മേപ്പോട്ട് പോകുന്നുണ്ടോന്നറിയാം, പക്ഷെ അതൊക്കെ നമ്മളിപ്പോ TV കാണുന്നില്ല. ഇപ്പൊ എന്തൊട്ട് സ്ഥലം ഇപ്പൊ എത്ര അറിയാൻ തോട്ടോ. അല്ല തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഫ്ലോറിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. നന്നായിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. നിങ്ങൾ നന്നായിട്ട് തിരിച്ചു വന്നതാണ്. പക്ഷെ വീണ്ടും വിക്ഷേപിക്കേണ്ട റോക്കറ്റുകളാണ് നിങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾ പെർഫോമേഴ്സാണ്, യാതൊരു സംശയമില്ല. അതിനുള്ള ടൈം നിങ്ങളുടെ വയ്യായിക നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആരോഗ്യമാണ് മനുഷ്യന് വേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ടുനടക്കാൻ സാധിച്ചാലേ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പം ടീം മാസിന്റെ മാർക്ക് ഞാനൊരു 7000 രൂപ കൊടുക്കുകയാണ്. 7000 രൂപ ചെറുക്കട വക. മണിക്കുട്ടാ? ഞാനൊരു 7000 രൂപ. 14000 രൂപ. ജിനിച്ചേട്ടാ? ടോട്ടൽ എമൗണ്ട് 25000 രൂപ. കുറെ നാള് ശേഷമുള്ള ഒരു കുറഞ്ഞ എമൗണ്ട് അല്ലേ? കുഴപ്പമില്ല. യാത്രയുടെ ഒക്കെ ആയിട്ട് അല്ല, ദുബായിൽ നിന്ന് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു പോകും. അപ്പൊ അതൊക്കെ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി അടുത്ത സ്കിറ്റ് വരുമ്പോഴത്തേക്ക് ഉഷാറായിട്ട് ഒരു മാസം തിരിച്ചറിവ് നമ്മൾ നടത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ മനോജേട്ടാ? അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കെന്നാ പോയിട്ട് അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല സ്കിറ്റുകളും ചിരികളും ഒക്കെ ആയിട്ട് വരാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.